സഹാനിയുടെ ബ്രദറാണ്. അവരെ ഇത്രയും പേരെ കൂടി ഞാൻ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ് അവർ പുസ്തകം പ്രകാശനം ചെയ്യാനായിട്ട്. ഈ പുസ്തകം സ്വീകരിക്കുന്നത് MC നാസർ സാറാണ്. നല്ലൊരു കയ്യടി കൊടുക്കാം. സഹാനിയുടെ മൂന്നാമത്തെ പുസ്തകമാണ് ഇന്ന് പ്രകാശനം ചെയ്തിട്ടുള്ളത്. ലിപിക് പബ്ലിക്കേഷൻസ് ആണ് ഈ ഒരു പുസ്തകം ഇവിടെ എത്തിക്കുന്നത്. കൺഗ്രാറ്റുലേഷൻസ് സഹാനി. സച്ച് എ വണ്ടർഫുൾ മൊമെന്റ് അല്ലേ? എനിക്ക് തോന്നുന്നത് സഹാനിയുടെ ഫ്രണ്ട്സിനും ഒക്കെ ഏറ്റവും ഹാപ്പിനെസ് നൽകുന്ന ഒരു മൊമെന്റിലൂടെയാണ് കടന്നു പോകുന്നത്. താങ്ക് യു സോ മച്ച് എവരിവൺ. ഇനി നിങ്ങളിൽ പലരും കാത്തിരിക്കുന്നത് ജേക്കബ് സാറിന്റെ വാക്കുകൾ കേൾക്കാൻ വേണ്ടിയിട്ടാണ്. ഫ്യൂ വേർഡ്സ്. ഇന്നെനിക്കിവിടെ കുറച്ചേറെ പരിപാടികളുണ്ടെങ്കിൽ റിയലി 4 or 5 functions. പക്ഷേ ഇനിയോട് എൻ്റെ പുസ്തകത്തിൻ്റെ പ്രകാശനം ഉൾപ്പെടെ എൻ്റെ തന്നെ 2 പുസ്തകങ്ങളുടെ പ്രകാശനം. ബട്ട് മൈ ഹാർട്ട് ഗോസ് ഔട്ട് ടു ദിസ് ഫംഗ്ഷൻ. ഈ ഫംഗ്ഷനിൽ ഹൃദയ സാന്നിധ്യം ഈ പരിപാടിക്കാണ്. കാരണം there is a young poet beside me who is not a small poet, small in size, small in age, but very a major poet. She's a major poet. I've been watching her. എൻ്റെ ആദ്യകാലം മുതൽ ഈ കവിതകൾ വായിക്കാൻ എനിക്ക് അവസരം കിട്ടി. അങ്ങനെ ഞാൻ തന്നെയാണ് വന്നിരിക്കുന്നത്. 3 പുസ്തകത്തിനും എനിക്ക് ഇത് അവതാരിക എഴുതാനുള്ള ഒരു വലിയ ഭാഗ്യം ഉണ്ടായി. ആൻഡ് ഷീ വിൽ സേ ദാറ്റ് അത്ര പെട്ടെന്ന് എഴുതി കൊടുത്തതല്ല, ഒരുപാട് സമയമെടുത്തു. ഇറ്റ് ടുക്ക് സം ടൈം. കാരണം ഞാൻ ആദ്യം അത് വായിച്ചപ്പോൾ പെട്ടെന്ന് എഴുതി കളയാമെന്നൊക്കെ വിചാരിച്ചെങ്കിലും പോയംസിലേക്ക് കടക്കുമ്പോൾ ഐ തോട്ട് ദാറ്റ് ഇത് വളരെ കാഷ്വലായിട്ട് എഴുതാനുള്ളതല്ല. ഷീ ഈസ് എ വെരി സീരിയസ് റൈറ്റർ. കൊച്ചുകുട്ടിയാണ് എന്നുള്ളത് കൊണ്ട് ലാഘവ ബുദ്ധിയോട് കൂടി അവതാരിക എഴുതിക്കളയാമെന്നുള്ള വിചാരം മാറ്റിവെച്ചുകൊണ്ട് കൂടിയാണ് ഇത് വൈകിപ്പോയത് എന്നുള്ളതാണ് വാസ്തവം. ഐ ഹാഡ് ടു ഗിവ് കൺസിഡറബിൾ ഇമ്പോർട്ടൻസ് ടു യുവർ വർക്ക് ആൻഡ് വർക്ക് അപ്പോൺ ഇറ്റ് ടു റൈറ്റ് ഫെയർലി ഒരു ഫോർവേഡ് എഴുതാനായിട്ട്. എന്താണ് ഈ കവിതകളുടെ പ്രത്യേകത? ഓഫ്കോഴ്സ് ഷീ ഈസ് യങ്, ദാറ്റ് മേക്സ് ദിസ് പോയം സ്പെഷ്യൽ. പക്ഷേ ഈ പ്രായത്തിലുള്ള എല്ലാ കുട്ടികളും എഴുതുന്ന കവിതകൾ ഇതുപോലെയല്ല. People of her age do not write poems like this. They do write poems and good poems sometimes. അതൊന്നും ദോഷമുണ്ടായിട്ടില്ല. But these poems are different. These poems are different because ഒന്ന്, she has mastered the art of poetry at a very young age. I'm sure she must be writing, not sharing with us. തന്നെ തന്നെ എഴുതി കീറി കളഞ്ഞിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. She must be writing profusely in her attempt to improve her style and diction and everything. Another sense of perfection. In every line of hers, there is an air of perfection. Another imperfection, or a amateur touch of that really surprised me. For a poet of her age, ഒരു clumsy phrase, അത് വേണ്ടായിരുന്നു നമുക്ക് തോന്നുന്ന ഒരു എക്സ്പ്രഷൻ ഒന്നും തന്നെ ഈ കവിതകളിലില്ല. അത് ഇംഗ്ലീഷ് കവിത വായിച്ച് ശീലിക്കുന്ന ഏതൊരാൾക്കും that is a source of great joy. Because people think that you can just because you know words you can write poetry. No, poetry is a very, very difficult deity to please. നമുക്ക് പ്രീതിപ്പെടുത്താൻ വളരെ ബുദ്ധിമുട്ടുള്ളൊരു ദേവതയാണ് കവിത. That goddess doesn't please, that doesn't പെട്ടെന്ന് അങ്ങോട്ട് പ്രസാദിക്കുകയില്ല. It requires constant സാധന വേണം. I think she is doing it every day. അങ്ങനെ ചെയ്യുമ്പോൾ എന്ത് പറ്റും? Your ability to relate with your experiences in a different dimension, that will become very mature. If I may explain what I said, I don't want to take a class on literature. സാഹിത്യത്തെ പറ്റി ക്ലാസ് എടുക്കാനല്ല, പക്ഷെ ഒരു ഗൗരവപൂർണമായിട്ടുള്ളൊരു കവി തൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളെ അത് അങ്ങനെ തന്നെ പകർത്തി വയ്ക്കുക എന്നുള്ള ടെംപ്റ്റേഷന് വീഴാതെ, that is what adolescence poetry most of the time it happens in adolescent poetry, because what is happening to them is very new to them. For the world it is not new. ഇപ്പോൾ പ്രേമിക്കൊന്നിരിക്കട്ടെ, പ്രേമം ലോകമുണ്ടായ കാലം തൊട്ടേ പ്രേമമുണ്ട്. ആ വ്യക്തിയെ സംബന്ധിച്ച് കൊച്ചുകുട്ടിയാണല്ലോ. 15 വയസ്സിൽ ആദ്യത്തെ ഒരു പ്രണയം ലോകത്തിൽ ആദ്യം സംഭവിക്കുന്ന പോലെ തോന്നും.
ഉടനെ കവിത എഴുതും. അങ്ങനെയുള്ള കവിതകൾക്കാണ് വാല്യൂ കുറവാണെന്ന് ഞാൻ പറഞ്ഞു വരുന്നത്. യു ഷുഡ് സീ ലവ് ഓർ വാട്ട് എവർ ഇമോഷൻസ് ദാറ്റ് ഹാപ്പൻസ് ടു യു ഇൻ എ പോയറ്റിക് പെർസ്പെക്റ്റീവ്, ഇൻ എ ഫിലോസോഫിക് പെർസ്പെക്റ്റീവ്. വേറൊരു പെർസ്പെക്റ്റീവിൽ അതിനെ കാണാനുള്ള കണ്ണുണ്ടാകുമ്പോഴാണ് പോയിട്രി അക്വയർസ് ദ റിക്വയർഡ് സ്ട്രെങ്ത്. അപ്പോൾ പോയിട്രി എന്ന് പറയുന്നുണ്ടല്ലോ, നമ്മുടെ ഗദ്യം എഴുതുന്നത് പോലെയല്ല. പോയിട്രി ഹാസ് ടു മീൻ സംതിങ് ഡിഫറെന്റ് ഫ്രം വാട്ട് ഇറ്റ് ആക്ച്വലി ഈസ്. ആ എഴുതി വെച്ചിരിക്കുന്നതിനപ്പുറത്തേക്ക് ഉള്ള ചില വാതിലുകൾ തുറക്കണം. There are secret doors everywhere in poetry, and good poetry will open those രഹസ്യവാതിലുകൾ. നല്ല വായനക്കാരനോ ആ കവിതയെ സമീപിക്കുമ്പോൾ അത് പതുക്കെ തുറന്നു തരും. അങ്ങനെയാണ്, ദാറ്റ് ഇസ് എ സ്കിൽ ഓഫ് ദ പോയറ്റ്. അവർക്ക് വേണ്ടി മാത്രമേ തുറക്കുള്ളൂ. And her diction is so good, unpretentious but very precise. ഈ കവിതകളിലൂടെ പോയപ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യം, ഈ നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് അറിഞ്ഞൂടെ, ഈ വലിയ ശില്പികളുണ്ടല്ലോ, അവരാദ്യം ഈ പ്ലാസ്റ്റർ ഓഫ് പാരീസ് കൊണ്ടോ ക്ലേ കൊണ്ടോ കൊച്ചു മോഡലൊക്കെ ഉണ്ടാക്കി. ആ മോഡലൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ചില ബാക്കി വരുന്ന ക്ലേ കൊണ്ടിട്ടുണ്ടല്ലോ ചുമ്മാ നമ്മളെ സൂചിപ്പിക്കാനായിട്ട് ചുമ്മാ എന്തെങ്കിലുമൊക്കെ കൊച്ചു രൂപകൾ ഉണ്ടാക്കി. ദാറ്റ് ഈസ് ഓൾസോ പെർഫെക്റ്റ് വർക്ക് ആയിരിക്കും നല്ല ആർട്ടിസ്റ്റ് ആണെങ്കിൽ. അതവിടെ ഉണങ്ങി കഴിയുമ്പോഴത്തേക്ക് ദാറ്റ് ഓൾസോ ബിക്കംസ്, അത് വളരെ ലാഘവബുദ്ധിയോടു കൂടി ചെയ്തതാണ് എന്ന് പറയുന്നത് പോലെ കവിത എഴുതാനും എനിക്കറിയാം. ഒരു നാല് വാക്ക് മിച്ചം വന്നതാണെന്ന് നമുക്ക് തോന്നും. 4 വാക്ക് വെച്ചിട്ടൊരു കൊച്ചു കവിത, ബട്ട് ഇറ്റ് കൺവേസ് മോർ ദാൻ ദ സം ടോട്ടൽ ഓഫ് ദോസ് വേർഡ്സ്. ഈ പോയിട്രിയിലെ ബഷീർ പറഞ്ഞതാണ് ശരി. ഒന്നും കൂടെ കൂടിയാൽ ഇമ്മിണി വലിയ ഒന്ന് എന്ന് തോന്നുന്ന ഒരു എവോക്കേറ്റീവ്നെസ് അത് ഉണ്ടാക്കാൻ സാധിക്കുമ്പോഴാണ് വേർഡ്സ് ബിക്കം സംതിങ് മോർ ദാൻ വേർഡ്സ്. അതാണല്ലോ സാധാരണ പറയുന്നത്, കവിതയിൽ 2 വാക്കുകൾ കൂടുമ്പോൾ നക്ഷത്രങ്ങൾ ഉണ്ടാവുമെന്നൊക്കെ പറയുന്നതിൻ്റെ അർത്ഥം അതാണ്. I think she has that immaculate gift of adding dimensions to her diction. അത് ജീവിതത്തെയും കവിതയെയും വളരെ സീരിയസ് ആയിട്ട് കാണുന്നു. She has a great concept of poetry. Poetry എങ്ങനെ ഇരിക്കണം എന്നുള്ളതിനെ പറ്റി വളരെ വ്യക്തമായ ബോധം. And I am sure she is not going to stop here. She is going to grow, and her threshold is very high. Her aspiration is very high. Her notion of poetry is very, very lofty. അതിനുള്ള I would also like to compliment her parents, because parents വിചാരിച്ചാൽ നമ്മളെ ദേവന്മാരുമാക്കാം, അസുരന്മാരുമാക്കാം, നമ്മളെ സാധാരണമാരും ഒക്കെ ആക്കാൻ പറ്റും. One wrong word, one wrong expression from your parent is enough for a young mind to resolve that ഇനി ഞാൻ പോയിട്രിയെ എഴുതുന്നില്ല എന്നൊക്കെ വിചാരിച്ചിട്ടുള്ള എത്ര പേരുണ്ട്. ഹസ്ബൻഡ്സ് ആർ ഓൾസോ ലൈക്ക് ദാറ്റ്. എനിക്കറിയാം ചില ആളുകൾ നല്ല കഥ എഴുതിക്കൊണ്ടിരിക്കുന്ന നല്ല സ്ത്രീകളെ, ഭർത്താവിന് സംശയം നീ കഥയൊക്കെ എഴുതിയാൽ നിനക്ക് പ്രശസ്തി വരും, ഉടനെ ആണുങ്ങളായിട്ടുള്ളവരൊക്കെ ആരാധകർ എന്നെ കാണാൻ വരും, മേലാൽ കഥ എഴുതാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുള്ള പുരുഷന്മാരെ എനിക്കറിയാം. പേരൻസും ഉണ്ട്. പഠിക്കേണ്ട സമയത്താണോ കവിത എഴുതുന്നത് എന്ന് ചോദിക്കുന്നവർ, ഈ പ്രണയം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറ്റി എഴുതാൻ പാടുണ്ടോ കുടുംബത്തിൽ പറഞ്ഞ പെൺകുട്ടികൾ, ഇങ്ങനെയൊക്കെ വേണ്ടാത്ത ചോദ്യങ്ങൾ ചോദിച്ച് വലിയ കവികളാവേണ്ടവരെ നശിപ്പിക്കുന്ന ഒരുപാട് പേരൻസിന് അറിയാം. അവരുടെ കൂട്ടത്തിൽ യുവർ പേരൻസ് sparkle as model parents, encouraging you to be with you, giving you the right kind of freedom so that you may flower. And you are a great promise. You have to write for us. You have to write for us wonderful poems and make us proud. കേരളത്തിൽ നിന്ന് അല്ലെങ്കിൽ മലയാളത്തിൽ നിന്ന് ലോക കവിതയ്ക്ക് കിട്ടുന്ന അമൂല്യമായിട്ടുള്ള ഒരു കവിയായി മാറട്ടെ എന്നാണ് എൻ്റെ പ്രതീക്ഷ. She has the wherewithal, she has all the resources for that, she has the commitment, she has the perfect idea about what great poetryയുടെ ഗ്രേറ്റ്നെസ്സിനെ പറ്റി വ്യക്തമായ ധാരണ. പിന്നെ ഈ പ്രായത്തിൽ സാധാരണ സംഭവിക്കുന്ന ഓവർ സ്റ്റേറ്റ്മെന്റ് തീരെയില്ല, അണ്ടർസ്റ്റേറ്റ്മെന്റ് ആണ്. ഫോർ എ പോയിന്റ് ഓഫ് ഹെർ ഏജ് അണ്ടർസ്റ്റേറ്റ്മെന്റ് ഇസ് എ ഗ്രേറ്റ് അത് വലിയൊരു ഫിയറ്റാണ് അത് നേടിയെടുക്കുക. ബിക്കോസ് യു വോണ്ട് ടു സേ മോർ ആൻഡ് മോർ, whereas she wants to, she knows how to condense. I think she must be I don't know her reading habits. She's reading the right kind of books. She's thinking the right kind of thoughts. And I'm sure her idea of poetry is so lofty that you cannot miss the bus. Make us proud, Tahani. We are already proud of you. Make us madly proud about you. Thank you very much. കലാനിക്ക് ലഭിക്കാവുന്ന ഏറ്റവും മികച്ച കുറച്ച് വാക്കുകൾ വേണം. നല്ലൊരു കവിത കൊടുക്കാം. കലാനിക്ക് ലഭിച്ച സമ്മാനങ്ങൾ പറയാൻ തഹാനിയെ കുറിച്ച് പറഞ്ഞത്. തീർച്ചയായിട്ടും തഹാനി എഴുത്തിൻ്റെ ലോകത്തിലേക്ക് എത്തുന്നതിൽ ഏറ്റവും അധികം ഹെൽപ്പ് ചെയ്തത് തഹാനിയുടെ ഏറ്റവും ആദ്യത്തെ ടീച്ചർ മാധവി മാം ആണെന്നുള്ള കാര്യമാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവിടെ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മാം ഇവിടെ ഉണ്ടെങ്കിൽ ഒരു 2 വാക്ക് സംസാരിക്കാനായിട്ട് ഞാൻ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ്. നല്ലൊരു കൈയടി കൊടുക്കാം.
തഹാനിയുടെ ആദ്യത്തെ ടീച്ചറാണ്. തഹാനി ഏറ്റവും കൂടുതൽ എൻകറേജ് ചെയ്ത വ്യക്തികളിൽ ഒരാളാണ് മാധവി മാം. She is the best student, always thinks out of the box. She comes up with new things to me, and she started writing poetry at that time. Every day she used to come up with some of the other thing to show me, and I don't have words to appreciate her talent. She is really blessed child, and I am really very happy to be her teacher. Thank you so much. Congratulations. Many more to come on your way. താങ്ക് യു സോ മച്ച് മാം. ഇനി എനിക്ക് ഒരാളെ കൂടി ഇൻവൈറ്റ് ചെയ്യണം. സമയം വളരെ കുറവാണെങ്കിലും ഗേർലി മാമിനെ കൂടി ഞാൻ ഇൻവൈറ്റ് ചെയ്യുകയാണ്. അവർ ഓൺ ഇംഗ്ലീഷ് ഹൈസ്കൂളിലെ ഇപ്പോഴത്തെ ഇംഗ്ലീഷ് ടീച്ചറാണ് ഗേർലി മാം. This is indeed a very big surprise. I did not expect to come up and speak anything here. But Tahani is a very quiet girl in class, and I suppose that goes with writing. And she has tried her hand at a little bit of acting also, just a couple of days back. She is indeed very talented, very creative. I'm very proud of Tahani. Congratulations, Tahani. താങ്ക് യു മാം. ഇതിനിടയിൽ നമുക്ക് സ്വന്തം മീരയും എത്തിയിട്ടുണ്ടായിരുന്നു. മീര, a few words just ആദ്യം തന്നെ തഹാനിയോടും തൻസിയോടും ഒക്കെ എൻ്റെ ഒരു അപ്പോളജി പറഞ്ഞുകൊണ്ട് തുടങ്ങാം. ഐ വാസ് സപ്പോസ് ടു റീച്ച് ഹിയർ ഏർലി, ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ബിക്കോസ് ഓഫ് ദ പാർക്കിംഗ് ഹാസൽ കുറച്ച് വൈകി എത്താനായിട്ട്. എനിവേ, ഐ കൺഗ്രാറ്റുലേറ്റ് യു തഹാനി. ഇത് മൂന്നാമത്തെ തവണയാണ് ഇതിൻ്റെ ഭാഗമാകുന്നത്. ഇനിയും ഒരുപാട് ഇതുപോലത്തെ ബുക്ക് ലോഞ്ചസിൻ്റെ ഭാഗമാവാനായിട്ട് പറ്റട്ടെ. ഒരുപാട് കവിതകളും കഥകളും എഴുതാനായിട്ട് സാധിക്കട്ടെ. തഹാനിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. ആൻഡ് യു ആർ ട്രൂലി ബ്ലെസ്ഡ് വിത്ത് ആൻ അമേസിംഗ് പേരൻസ്. താങ്ക് യു സോ മച്ച് മീര. ഇനി കാത്തിരിക്കുന്നത് തഹാനിയുടെ വാക്കുകൾക്കായിട്ടാണ്. ആ ഒരു യുവ എഴുത്തുകാരിക്ക് നല്ലൊരു കയ്യടി കൊടുക്കാം. തഹാനിയുടെ വാക്കുകൾ. First of all, it feels absolutely surreal to be here for the third time, to be standing before you all for the third time, and to be able to share my words with the world for the third time. So, first of all, thank you so much for being here today, for showing up for me, and for all the love and for all the support. I truly wouldn't be here without all the love and support. Thank you so much. And while I'm standing here today, I feel a lot of gratitude. I feel really proud that I have a lot of people to pay my gratitude to. And അത് ജയകുമാർ സാറിൽ നിന്ന് തുടങ്ങിയില്ലെങ്കിൽ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. സോ 6 വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ ആദ്യത്തെ ബുക്കിന് വേണ്ടിയുള്ള 17 കവിതകൾ സാറിന് അയച്ചു കൊടുക്കുന്നത് തൊട്ട്, ഫോർവേഡ് എഴുതാൻ വേണ്ടി അയച്ചു കൊടുക്കുന്നത് തൊട്ട് ഈ ഒരു നിമിഷം വരെ I felt his presence, I felt his guidance and his support, and I truly feel honored that he has been such a pivotal figure in my life and in my writing journey, and it's truly such an honor that I get to hear all these words said about me from him. So thank you so much, sir. Then, of course, Meereji. This is the third time you're being here, and I sense a pattern. But thank you so much for being here. എനിക്കറിയാം വീക്കെൻഡ്സിലൊക്കെ ഭയങ്കര തിരക്കാണെന്നൊക്കെ. സോ എല്ലാ വട്ടവും തിരക്കൊക്കെ മാറ്റി വെച്ചിട്ട് you've been here. Thank you so much for being so amazing, and you light up every room you're in. Thank you so much for being here today. And Nasragan, എന്നെ ചെറുതിലായിട്ട് എനിക്ക് അറിയാം, and you know, it's so amazing that I have so many people here who have seen me grow, and I feel so at home here. So thank you so much, Nasragan. പിന്നെ of course Livy Publications and Livy Akbaragal. ആദ്യം എന്താ ചെറുതിനെ എൻ്റെ ഞാനിങ്ങനെ എഴുത്തൊക്കെ ഉണ്ടെന്ന് അക്ബരങ്ങൾ അറിഞ്ഞപ്പോൾ തൊട്ടേ പറയുമായിരുന്നു നമുക്കൊരു ബുക്കാക്കാമെന്നൊക്കെ. This is the second time Livy Publications is doing my book. Thank you so much for turning my dreams into reality once again. Thank you, Akbaragal. And of course the illustrations. The illustrations ചെയ്യുമ്പോൾ ഞാൻ വളരെ എൻജോയ് ചെയ്തൊരു പ്രോസസ്സായിരുന്നു. അശ്വകാന്തി അയ്യുമായിട്ടിരുന്ന് ഓരോ poem page by page we went and we unpacked each poem and we talked about it, and it was so amazing to see these come to life through him, and I don't think anyone could have depicted it any better than him. And it's truly so amazing that I get to have these beautiful illustrations in my book and the beautiful cover page as well, and the beautiful cover picture which കുറേ പേരെ എടുത്ത് ചോദിച്ചായിരുന്നു പിക്ചറിനെ പറ്റി കൊള്ളാമെന്നൊക്കെ പറഞ്ഞായിരുന്നു. രഞ്ജിത്തേട്ടൻ
Thank you so much for Thank you so much to him as well. And of course, Swaishalgan and Shri Chechi. Such enthusiastic people. And they'll be first in line to support, they'll be first in line to show all the love. And they've seen me grow. They've seen me from when I was a child. And it's their support is truly unmatched. True extension of family. Thank you so much. Then, of course, the Gold FM team has been here today. Thank you so much. And, of course, my friends. Thank you so much for being such the light of my life, such rays of sunshine in my life. I don't know where I would have been here. I don't know if I would have been here without you all and all. Thank you so much. And I remember taking Fiza's, Agatha's and Dia's name last time. 2 more to add to that list, Narmin and Aditi. And again, all of my other friends who've showed up for me today, Sanya, whoever, Sanya, Ardra, Lakshmi, Niyukta, Hari, Arya, Ritika, Pearl, Sanjana, Parvati, Kat and Nancy. Thank you so much. I don't want to miss anyone out, I will get attacked later. But again, to them, I'm so glad that when I grow up, I'll be able to call you all my childhood friends. Thank you so much for showing up for me. Thank you so much for being such a pillar. And my teachers, Lata ma'am, Gurli ma'am, Madhvi ma'am, a name that finds its way into every conversation I have about writing. Thank you so much for being here, for all the love. And of course, my family, Umachi, Vapachi, Vinta, Monuka, and one special mention to Ummiya, my aunt, Tasmi Salim, who is watching from India, and my grandparents as well. Every time I have a program, I call my grandfather. In the program, more than in the so I don't know where I would have been without that prayer from them. And of course, lastly, but most importantly, thank you to the people who inspired my poems, because every poet has a muse. And the moment I get off the stage, I'm going to tell you I don't have one, but don't believe me. Don't ask me about it. But again, ഞാൻ എഴുതിയത് കൊണ്ടോ അല്ലാതെ ഇവരുടെ ബുക്ക് പബ്ലിഷ് ചെയ്തത് കൊണ്ടോ ഇവിടെ ഒന്നും ആവുന്നില്ല. I want it to be read. I want people to see me. I want people to hear me, and I want constructive criticism or appreciation or whatever I get. I think that's my aim with every book that I publish, and I've gotten such a great response over the years. I'm so glad that I have such a great support system. Thank you so much. So, and before I conclude here, for the past 1 year, we've been witnessing such atrocities around the world. We've seen people face injustices for the mere reason of being born to their own land, for living on their own land. And I remember last year we were here, and again we are here a year later talking about the same issue. So let's hope there's an end to that. But thank you so much. Thank you for all the love. Thank you so much everyone. Living Publications ആണ് ഈ ഒരു പുസ്തകം ഇവിടെ പുറത്തിറക്കുന്നത്. നിങ്ങൾക്ക് ലിവിംഗ് പബ്ലിക്കേഷൻസിന്റെ സ്റ്റോറിലെത്തിയ തീർച്ചയായിട്ടും ഇത് വാങ്ങാൻ പറ്റും. മോഹൻ കുമാർ സാറിനെ കൂടി ഞാൻ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യാണ്. താങ്ക് യു സോ മച്ച് എവരി വൺ. അപ്പം ഇവിടെ ഒരുപാട് മാധ്യമ സുഹൃത്തുക്കളൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. എല്ലാവരോടും ഒരുപാട് നന്ദി അറിയിക്കുന്നു. ശ്രീ ഉൾപ്പെടെ എല്ലാവരും ഉണ്ടായിരുന്നു. നമുക്ക് ഒരു ഗ്രൂപ്പ് ഫോട്ടോ സെഷനും കൂടി എടുത്തതിന് ശേഷം അടുത്തൊരു സെഷനിലേക്ക് പോകുന്ന സമയമാണ്. താങ്ക് യു സോ മച്ച് എവരി വൺ. ലിവിംഗ് പബ്ലിക്കേഷൻസിൽ എത്തിക്കഴിഞ്ഞാൽ കഹാനിയുടെ 3ാമത്തെ പുസ്തകം നിങ്ങൾക്ക് വാങ്ങിക്കാനായിട്ട് പറ്റുന്നുണ്ടായിരിക്കും. താങ്ക്സ് അലോട്ട്. ഈ ഒരു തിരക്കുള്ള സമയത്തും നിങ്ങൾ എല്ലാവരും എത്തിയതിൽ ഒരുപാട് നന്ദി. നമുക്കൊരു ഗ്രൂപ്പ് ഫോട്ടോയിലേക്ക് കൂടി പോയേക്കാം. താങ്ക്സ് അലോട്ട്. താങ്ക് യു.